ഇനിയിപ്പം ട്രെയിനിങ്ങിന് പോകണം അല്ലേ, ചികിത്സ ട്രെയിനിങ്ങിന് പോകണം. അത് തുടങ്ങുമ്പോൾ നമുക്ക് കുറേ ചരിത്രം എഴുതാനുണ്ട് അല്ലേ. മരണക്കിടക്കയെന്നാണ് നമ്മൾ വന്നതെന്നുള്ള അവിടെ പറയണം. നമുക്ക് ചെറിയ ചെറിയ അപകടത്തിൽ നമ്മൾ പേടിക്കത്തില്ല എന്നുള്ളത്. എങ്ങനെയാണ് മോള് ജീവൻ തിരിച്ചു പിടിച്ചത് എവിടെയെങ്കിലും എഴുതണം. മോള് എഴുതിയോ? ഇല്ല, എഴുതിയിട്ടില്ല. എഴുതണം ആഗ്രഹമുണ്ട്. കാരണം ഇതിനകത്ത് എനിക്ക് മോള് പറഞ്ഞപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്തറിയോ, ഈ പല ആശുപത്രിക്കാരുടെ ഒരു പ്രശ്നം എന്തറിയോ, ഒരു രോഗി ഒരു മരണത്തിൻ്റെ മുഖത്തേക്ക് യാത്ര ചെയ്ത് തുടങ്ങിയെങ്കിൽ ഏറ്റവും സീനിയറായ വീട്ടിലെ ആളെ വിളിക്കും, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളൂ. ഇനി അതിനായിട്ട് സമയം കളയണ്ട. എന്നങ്ങ് വിധി എഴുതുന്ന ഡോക്ടർമാരുടെ എണ്ണം കൂടിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. മോളുടെ കാര്യത്തിൽ അങ്ങനല്ലേ സംഭവിച്ചത്? അതെ സർ. മോള് തീർന്നു എന്ന് വിചാരിച്ചില്ലേ അവര്? അതെ, തീർന്നു. പിന്നെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കും, നിങ്ങൾക്ക് എത്ര മക്കളുണ്ടെന്ന്. അതും ചോദിച്ചു. ഞാൻ പോയാലും വേറെ ആളുണ്ടല്ലോ സമാധാനത്തിന് വേണ്ടി. അനിയത്തി കുട്ടി ഇപ്പൊ എവിടെ ഉണ്ട്? അനിയത്തി ഇവിടെ വന്നിട്ടുണ്ട്. അവള് പഠനമൊക്കെ അല്ലേ, അവളെ ശരിക്കും അവളെ അവിടെ കൊണ്ട് ഇരുത്തേണ്ടത്. അവള് ഒരുപാട് സ്ട്രെയിൻ എടുത്തില്ലേ? അതെ അതെ. എനിക്ക് ആക്സിഡന്റ് പറ്റുമ്പോൾ ആള് സൈക്കോളജി ആയിരുന്നു പഠിച്ചോണ്ട്, സൈക്കോളജി സെക്കൻഡ് ഇയർ ആയിരുന്നു. എത്ര വയസ്സിന്റെ പ്രായ വ്യത്യാസമുണ്ട്? ഞങ്ങൾ തമ്മിൽ 4 വയസ്സുണ്ട്. അപ്പൊ എനിക്ക് ആക്സിഡന്റ്. പഠിത്തം നിർത്തിയോ? ഇല്ല ഇപ്പൊ അല്ലല്ല, ആള് സൈക്കോളജി നിർത്തി എന്റെ കെയറിന് വേണ്ടി ആള് BSc നഴ്സിംഗ് എടുത്തു. അതെ അതെ. ഇപ്പൊ എന്നിട്ട് ഇപ്പം 5 വർഷം കഴിഞ്ഞു. ഇപ്പൊ നേഴ്സായിട്ട് ആള് വർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് ഇപ്പൊ എനിക്ക് വേണ്ടിയിട്ടാണ് ആള് നേഴ്സ് ആയത്. ആൾക്ക് സൈക്കോളജി കോഴ്സ് കഴിഞ്ഞു. നേഴ്സായി ഇപ്പൊ വർക്ക് ചെയ്യാണ്. അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ സർ. എവിടെ നിൽക്കുന്നു? ഈ വേദിയിൽ എവിടെയെങ്കിലും ഉണ്ട്? അനഘ ഉത്തര എത്രയും പെട്ടെന്ന് സ്റ്റേജിൽ എത്തണം. മാം, ഇയാളാണ് ഇദ്ദേഹത്തിന് പ്രശ്നമായപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മോള് ചെയ്തത് ചെറിയ കാര്യമല്ല കേട്ടോ. അപ്പോൾ ഏതവസ്ഥയിലായിരുന്നു സിസ്റ്റർ? അപ്പോൾ ചേച്ചിക്ക് 2016 ആക്സിഡന്റ് പറ്റുന്നത്. അതിനുശേഷം അവള് ഭയങ്കര മെന്റലി വീക്കായിരുന്നു. അത് കണ്ടിട്ടാണ് ഞാൻ നഴ്സിംഗിലേക്ക് മാറുന്നത്. പിന്നെ ചേച്ചിക്ക് ഒരുപാട് കെയർ ആവശ്യമായിരുന്നു. അവള് കാലിന് നീര് വരിക, പിന്നെ ഒരുപാട് നേരം കിടന്നിട്ടുണ്ടെങ്കിൽ ബെഡ് സോറ്. അപ്പോൾ അന്നൊന്നും എനിക്കതിനെ പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ നഴ്സിംഗ് പഠിക്കാൻ തുടങ്ങിയായിരുന്നു അതൊക്കെ പഠിച്ചു തുടങ്ങിയത്. അവൾ UPSC പഠിക്കാൻ തുടങ്ങിയവരാണെങ്കിൽ പോലും ഒരുപാട് നേരം ഇരിക്കാൻ പറ്റൂല, കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനുവേണ്ടി നഴ്സിംഗ് എടുത്തു. ഇപ്പൊ നന്നായിട്ട് കെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ അതെ. ഭയങ്കര അപ്പോൾ ആ ക്രെഡിറ്റ് ഉണ്ടല്ലോ മോൾക്കൊരു ഒരുപാട് അത് ഇത് ചെയ്യും കാര്യം. മോളത് ചെറിയൊരു സാക്രിഫൈസ് അല്ലത്. ഓക്കെ, അപ്പോൾ മോള് മിടിക്ക്.